KSRTC ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്ത സവാദിനെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് സവാദിനെ ഹാജരാക്കിയത്. ഇക്കഴിഞ്ഞ 14-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിൽ വെച്ചായിരുന്നു അതിക്രമം. ബസ് തൃശൂരിലെത്തിയതോടെ യുവതി അതിക്രമം സംബന്ധിച്ച് ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നാണ് പിടികൂടിയത്. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് സമാന കേസിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട്. 2023-ൽ KSRTC ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നത പ്രദർശിപ്പിച്ച സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയ സംഭവം ഏറെ വിവാദമായിരുന്നു. വടകര സ്വദേശിയാണ് സവാദ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ജോലിക്കിടെ ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി സുധാകരനാണ് മരിച്ചത്. വടക്കാഞ്ചേരി KSEB സെക്ഷനിലെ ലൈൻമാനാണ് മരിച്ച സുധാകരൻ. കുമരനെല്ലൂർ സർവീസ് സ്റ്റേഷന് സമീപം ജോലിക്കിടെ പോസ്റ്റിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ സഹപ്രവർത്തകരും ഫയർഫോഴ്സും ചേർന്ന് താഴെ ഇറക്കി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി യൂറോപ്യൻ യൂണിയനുമായി നടത്തിയ നയതന്ത്ര ചർച്ച അവസാനിച്ചു. ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ, യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധി എന്നിവരുമായി ജനീവയിൽ വെച്ചായിരുന്നു ചർച്ച. മേഖലയിൽ കൂടുതൽ സംഘർഷത്തിലേക്ക് നയിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കണമെന്നും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചർച്ചകളിലൂടെയുള്ള ഒരു പരിഹാരം അടിയന്തരമായി കണ്ടെത്തണമെന്നും യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഇറാന്റെ നിലവിലെ ആണവ ഗവേഷണം ഇറാൻ ആണവ കരാറിലെ വ്യവസ്ഥകളുടെ ലംഘനമാണെന്ന് പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ഇസ്രായേലിന്റെ സുരക്ഷയോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാതെ ആണവ ചർച്ച പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. ഇറാന്റെ ആണവ ഗവേഷണം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നും സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇസ്രായേൽ ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ടെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇനിയും ചർച്ചകൾക്ക് തയ്യാറാണ് എന്നതാണ് ഇറാന്റെ നിലപാട്.